ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1986 സെപ്റ്റംബർ 12-നാണ് സുഗമോ ദേവി എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. വേണു നാഗവള്ളിയുടെ ആദ്യത്തെ സംവിധാന സംരംഭവും കൂടിയായിരുന്നു സുഗമോ ദേവി എന്ന ചിത്രം. ആ ചിത്രത്തിൻ്റെ കഥ എഴുതിയതും വേണു നാഗവള്ളി തന്നെയാണ്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഗാന്ധിമതി ബാലനാണ്. സിനിമയുടെ സംഗീതം രവീന്ദ്രനും അതുപോലെ പശ്ചാത്തല സംഗീതം എം ബി ശ്രീനിവാസനുമാണ് ചെയ്തിട്ടുള്ളത്. ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പുമാണ്. സുഗമോ ദേവി എന്ന ചിത്രത്തിൽ മോഹൻലാൽ, ശങ്കർ, ഉർവശി, ഗീത തുടങ്ങിയവരാണ് അഭിനയിക്കുന്നത്. കൂടാതെ അന്നത്തെ മലയാളത്തിലെ വൻ ഒരു താരനിരയും സിനിമയിലുണ്ടായിരുന്നു. സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു കോളേജ് ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥയാണ്. മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി എന്ന കഥാപാത്രം ഒരു റിയൽ ലൈഫ് ഒരു സ്റ്റോറി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു മോഹൻലാൽ ചെയ്ത സണ്ണി എന്ന കഥാപാത്രം. തിരുവനന്തപുരത്തിൻ്റെ രാജവീഥികളിൽ പാട്ടും പാടി ഉല്ലസിച്ച് നടന്നിരുന്ന ചെറുപ്പക്കാരനായ ഒരു യുവാവ് സൈമൺ മാത്യു. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹം അതായത് മികച്ച ഒരു ഗായകനായിരുന്നു, അതുപോലെ തന്നെ മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ജീവിതം ഏറെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ആസ്വദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സൈമൺ മാത്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കഥയാണ് വേണു നാഗവള്ളി സുഗമോ ദേവി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പറഞ്ഞത്. 1971 നവംബർ 28-ന് ഒരു ഫുട്ബോൾ കളിക്ക് ശേഷം മടങ്ങി വരികയായിരുന്ന സൈമൺ മാത്യു കവടിയാർ വെച്ച്, തിരുവനന്തപുരത്തുള്ള കവടിയാർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു അപകടത്തിലാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഈ സുഗമോ ദേവി എന്ന ചിത്രത്തിലൂടെ വേണു നാഗവള്ളി പറയാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികളും അദ്ദേഹത്തിന് ജീവിച്ച രീതിയും എല്ലാം അതേപടി പകർത്തുവാനായി ആ ക്യാരക്ടർ ചെയ്യുവാൻ സണ്ണി എന്നൊരു കഥാപാത്രത്തെ സുഗമോ ദേവിയിൽ വേണു നാഗവള്ളി സൃഷ്ടിച്ചു. ആ ചിത്രത്തിലെ ഏറ്റവും കൂടുതൽ മിന്നുന്ന പ്രകടനം ആരാണ് കാഴ്ചവെച്ചതെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി എന്ന കഥാപാത്രമാണ്. ഈ സണ്ണിക്കൊരു കാമുകിയുണ്ട്. കാമുകിയുടെ റോൾ അഭിനയിച്ചത് ഗീതയാണ് അഭിനയിച്ചത്. ഈ സിനിമയിൽ ഉടനീളം അന്നത്തെ 1980-കളിലെ കോളേജിൻ്റെ, അതായത് ഒരു കലാലയ അന്തരീക്ഷവും ഒരു കലാലയ ജീവിതവും, അന്ന് കോളേജ് അന്തരീക്ഷത്തിൽ എങ്ങനെയായിരുന്നു കലാലയം ജീവിതം ആഘോഷിച്ചത്, എങ്ങനെയാണ് അവർ ആനന്ദിച്ചത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് സുഗമോ ദേവി എന്ന ചിത്രം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ സുഗമോ ദേവി എന്ന ചിത്രത്തിൽ രണ്ട് സുഹൃത്തുക്കളുടെ ഒരു ആത്മബന്ധവും കൂടി വേണു നാഗവള്ളി വരച്ച് കാട്ടുന്നുണ്ട്. അതായത് മോഹൻലാൽ ചെയ്ത സണ്ണി എന്ന കഥാപാത്രവും അതുപോലെ ജഗദീഷ് ശ്രീകുമാർ ചെയ്ത വിനോദ് എന്ന കഥാപാത്രവും. ഏറ്റവും ഒടുവിൽ മോഹൻലാൽ മരിച്ചു കഴിയുമ്പോൾ ഉള്ള വിനോദിൻ്റെ, അതായത് ജഗദീഷ് ശ്രീകുമാർ ചെയ്ത വിനോദിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥയും എല്ലാം കൂടി നമുക്ക് ആ സിനിമ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് തരുന്നത്. എനിക്ക് തോന്നുന്നത് വേണു നാഗവള്ളി എന്ന സംവിധായകൻ്റെ പല ചിത്രങ്ങളും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയുടേതും മോഹൻലാലിൻ്റേതും ജയറാമിൻ്റേതും ഒക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും അധികം ആകർഷണീയത തോന്നിയത് ഈ സുഗമോ ദേവി എന്ന ചിത്രമാണ്. അദ്ദേഹം എടുത്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു കണ്ടിരിക്കാൻ സുഖമുള്ള ഒരു ജീവിതഗന്ധിയായ കഥ പറഞ്ഞ ഒരു സിനിമ കൂടിയാണ് സുഗമോ ദേവി എന്ന ചിത്രം. അദ്ദേഹം വേണു നാഗവള്ളി എന്ന സംവിധായകൻ ആ കഥ ഒരാളുടെ യഥാർത്ഥ ജീവിതകഥ അതിനേക്കാൾ ഭംഗിയായി തന്നെ സിനിമയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. പിന്നെ ഈ സുഗമോ ദേവി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. യേശുദാസ് ചിത്ര ടീമിൻ്റെ എല്ലാ പാട്ടുകളും, അതുപോലെ രവീന്ദ്രൻ മാസ്റ്ററാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു കുഞ്ഞു സൂര്യൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ONV കുറുപ്പിൻ്റെ വരികളാവുമ്പോൾ അത്ര തന്നെ മാധുര്യമുള്ള വരികളുമായിരിക്കും, കേൾവിക്ക് ഒരു പ്രത്യേക ഒരു സുഖവുമായിരിക്കും. എന്തായാലും സുഗമോ ദേവി എന്ന ചിത്രം 1986 റിലീസ് ചെയ്ത ചിത്രമാണെങ്കിൽ അടുത്ത വർഷം, അതായത് 2026 40 വർഷമാകുന്നു സുഗമോ ദേവി എന്ന ചിത്രം റിലീസായിട്ട്. ഇപ്പോൾ ഈ അടുത്ത മാസം 12-ാം തീയതി സുഗമോ ദേവി റിലീസ് ചെയ്തിട്ട് 39 വർഷം. എന്തായാലും സുഗമോ ദേവി ഏകദേശം ഇത്രയും വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ആ ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച സണ്ണി എന്ന കഥാപാത്രവും ജഗദീഷ് ശ്രീകുമാറിൻ്റെ വിനോദ് എന്ന കഥാപാത്രവും ആ ചിത്രം സംവിധാനം ചെയ്ത വേണു നാഗവള്ളിയും നമ്മൾ അവരെക്കുറിച്ച് ഓർക്കും. കാര്യം അവർ അന്ന് ചെയ്ത ആ ഒരു കലാലയ അന്തരീക്ഷം പച്ചയായി തുറന്നു കാട്ടിയ ഒരു ചിത്രമായിരുന്നു സുഗമോ ദേവി എന്ന ചിത്രം. വേണു നാഗവള്ളിയുടെ സുഗമോ ദേവി എന്ന ചിത്രം ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിലെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സണ്ണി, അതായത് മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ, എന്നും സ്മരിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്.
എത്ര കാമുകന്മാർ പിന്നെയൊക്കെ വന്നു പോയാലും മോഹൻലാൽ ചെയ്തു വെച്ച ആ സണ്ണി എന്ന കഥാപാത്രം ആ കാലത്ത് കോളേജിൽ പഠിച്ചിരുന്നവരും സുഗമോ ദേവി എന്ന ചിത്രം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ളവരും ഒരിക്കലും മറക്കാനിടയില്ല. സുഗമോ ദേവി എന്ന ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.